മണ്ഡലകാല മഹോത്സവത്തോടനുബന്ധിച്ച് ഹോമിയോപ്പതി വകുപ്പിൻ്റെ കീഴിൽ ഒരു ഹോമിയോ ഡിസ്പെൻസറി സന്നിധാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ 2 ഡോക്ടർമാരും 6 സ്റ്റാഫ്, മൊത്തം 6 സ്റ്റാഫുണ്ട്. നമുക്ക് ഫാർമസിസ്റ്റായിട്ടും ബാക്കിയുള്ള തസ്തികകളുണ്ട്. ഒരു സാധാരണ ഡിസ്പെൻസറി എന്ന നിലയ്ക്ക് 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ നമുക്ക് തീർത്ഥാടകരിൽ നിന്ന് രോഗികളുണ്ട്. അതുകൂടാണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും മറ്റെല്ലാവിധ മേഖലകളിൽ നിന്നും രോഗികൾ ദിവസം വന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രതിരോധ ചികിത്സയും നമ്മളിവിടെ ഊന്നൽ നൽകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പോലീസ് ക്യാമ്പിൽ ചിക്കൻ ബോക്സ് ഉണ്ടായ ഉടൻ തന്നെ നമ്മൾ ഒരു 1700 പേർക്ക് നമ്മൾ പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തണുപ്പടിച്ചുണ്ടാകുന്ന അസുഖങ്ങളും തീർത്ഥാടകർക്കുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ, കാലുവേദന, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പല തീർത്ഥാടകരും ഈ നമ്മുടെ സ്റ്റാഫും ഈ സ്ഥാപനത്തെ സമീപിക്കുകയും ദിവസം ഒരു 100-ൽ പരം രോഗികൾ ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. കൂടുതലും നമുക്ക് ഇവിടുത്തെ സ്റ്റാഫും ആളുകളുമുണ്ട്. അതുകൂടാണ്ട് തന്നെ തീർത്ഥാടകർ പലരും ഈ കാലുവേദന, വയറ് സംബന്ധമായ രോഗങ്ങൾ, ജലദോഷം, പനി, അങ്ങനത്തെ യാത്രയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് നമ്മളെ കൂടുതലായി സമീപിക്കാറുണ്ട്. തീർത്ഥാടകർ അധികവും പേരും അവരുടെ മുട്ടുവേദന, കാലുവേദന, വയസ്സായ ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മളെ സമീപിക്കാറ്. ഇത്രയും 3 ഷിഫ്റ്റായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഇത് 3ാമത്തെ ഷിഫ്റ്റാണ്. ഈ 3ാമത്തെ ഷിഫ്റ്റ് ആയപ്പോഴേക്ക് തന്നെ നമുക്ക് 1080ഓളം പേഷ്യൻസ് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞു. ഇതിന് പുറമെയാണ് നമ്മൾ 1700ഓളം പേർക്ക് നമ്മൾ പ്രതിരോധ മരുന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഡോക്ടർ വിവേക് വി ദേവൻ. ഞാൻ CMO രാമനാട്ടുകര ഡിസ്പെൻസറിയിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ ചാർജ് ഓഫീസറാണ്. കോപ്പറേറ്റീവ് ബാങ്ക്, ഇവന്മാർ സിഒഡി, ആ 2 ബെനിഫിഷ്യറീസിനെ ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം. എന്നെ വിളിച്ചാൽ മതി. ചോദിച്ചു